ഡ്രേക്ക് പാസേജ് ലോകത്തിലെ ഏറ്റവും ഭയാനകമായ സമുദ്രം. കപ്പൽ യാത്രക്കാരുടെ ഒരു പേടി സ്വപ്നമാണ് ഈ ഒരു കടൽ. അന്റാർട്ടിക്കയിലോട്ട് കപ്പലിൽ പോകുമ്പോൾ നമ്മൾ നേരിടേണ്ട ഒരു പ്രതിസന്ധിയാണ് ഈ ഒരു ഡ്രേക്ക് പാസേജ് മറികടക്കുക എന്നുള്ളത്. മോശം കാലാവസ്ഥയും കൂറ്റൻ തിരമാലകളുമായിരിക്കും ഈ ഭാഗത്ത്. 48 മണിക്കൂർ വേണം നമുക്ക് ഈ ഡ്രേക്ക് പാസേജ് മറികടക്കാൻ വേണ്ടിയിട്ട്, അതായത് 2 രാത്രി. 7 മീറ്റർ 8 മീറ്റർ ഉയരത്തിലായിരിക്കും തിരമാലകൾ വരുന്നത്. കുറച്ചും കൂടി മോശം കാലാവസ്ഥയാണെങ്കിൽ അത് 10 മീറ്റർ 12 മീറ്റർ വരെ തിരമാലകൾ വരും. അതായത് ഏതാണ്ട് 40 അടി ഉയരത്തിലായിരിക്കും തിരമാലകൾ വരാം. ഒരു 4 നില കെട്ടിടത്തിൻ്റെ ഉയരം. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് 7 മീറ്റർ ആയിരുന്നു തിരമാലയുടെ ഉയരം. അതായത് ഏതാണ്ട് 20 അടി ഉയരത്തിലാണ് തിരമാലകൾ വന്നത്. ഒരു 2 നില കെട്ടിടത്തിന്റെ ഉയരം. ഈ ഡ്രേക്ക് പാസേജിലെ കാലാവസ്ഥയും തിരമാലയൊക്കെ പ്രവചിക്കാൻ പോലും പറ്റാത്തതാണ്. ശരിക്കും ഈ സൗത്ത് പസഫിക് ഓഷനും അതുപോലെ സൗത്ത് അറ്റ്ലാന്റിക് ഓഷനും തമ്മിൽ ചേരുന്ന ഒരു പ്രദേശമാണ് ഈ ഒരു ഡ്രേക്ക് പാസേജ് എന്ന് പറയുന്നത്. 1000 കിലോമീറ്റർ നീളവും 800 കിലോമീറ്റർ വീതിയുമുള്ള ഒരു കടൽ ഭാഗമാണ് ഈ ഡ്രേക്ക് പാസേജ് എന്ന് പറയുന്നത്. ഈ ഡ്രേക്ക് പാസേജിൻ്റെ ഏറ്റവും കൂടിയ ആഴം എന്ന് പറഞ്ഞാൽ 4800 മീറ്ററാണ്. അതായത് 17700 അടി. കിലോമീറ്റർ കണക്ക് പറയുകയാണെങ്കിൽ 4.8 കിലോമീറ്റർ ആഴമുണ്ട് നമ്മളിപ്പോൾ ഈ സഞ്ചരിക്കുന്ന ഭാഗത്തിന്. ഈ ഭാഗത്ത് നടക്കുന്നത് ശരിക്കും ഒരു കൂട്ടിയിടിയാണെന്ന് വേണമെങ്കിൽ പറയാം. അന്റാർട്ടിക്കയിലെ മഞ്ഞ് മൂടിയ വെള്ളവുമായിട്ട് അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങളുടെ ഒരു കൂട്ടിയിടിയാണ് യഥാർത്ഥത്തിൽ ഡ്രേക്ക് പാസേജിൽ സംഭവിക്കുന്നത്. സമുദ്രങ്ങളുടെ ഒരു ഒത്തുചേരൽ. ഇങ്ങനെ ഈ സമുദ്രങ്ങളുടെ ഒരു കൂട്ടിയിടി സംഭവിക്കുന്ന ഈ ഒരു പ്രദേശത്ത് ശക്തമായ ജലപ്രവാഹമായിരിക്കും. ഏതാണ്ട് 1000 കിലോമീറ്റർ ഭാഗത്ത് ഒരു ദ്വീപുകളോ കരകളോ പോലുമില്ല. അതുകൊണ്ട് ശക്തമായ തിരമാലകൾ ഈ പ്രദേശങ്ങളിൽ ഉണ്ടാവും. അങ്ങനെയുള്ള ഈ ഡ്രേക്ക് പാസേജിലൂടെ ഒരു കപ്പൽ കടന്നു പോകാന്ന് പറയുന്നത് അതിദുഷ്കരമായ ഒരു കാര്യമാണ്. പക്ഷേ ആധുനിക കപ്പലുകൾ ഇപ്പോൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത്തരം തിരമാലകളുടെ ആഘാതം കുറയ്ക്കുന്ന സംവിധാനങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് കപ്പലുകളിൽ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എത്ര വലിയ തിരമാലകൾ വന്നാലും ഈ കപ്പൽ മറിയില്ല. പക്ഷേ അതിൽ യാത്ര ചെയ്യുന്നത് ദുഷ്കരമായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഈ കപ്പലിൻ്റെ മധ്യഭാഗത്തായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഉയരമുള്ള ഭാഗത്തുള്ള ക്യാബിനുകൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആഘാതം കുറച്ച് കുറഞ്ഞിരിക്കും. 16ാം നൂറ്റാണ്ടിലെ ഇംഗ്ലീഷ് പര്യവേഷകനായ സർ ഫ്രാൻസിസ് ഡ്രേക്കിന്റെ പേരിലാണ് ഈ ഒരു കടലിന് ആ ഒരു പേര് നൽകിയിരിക്കുന്നത്. അദ്ദേഹം ഒരിക്കല് അപ്രതീക്ഷിതമായിട്ട് ഈ പ്രദേശത്ത് കൂടി കടന്നുപോയി. അറ്റ്ലാന്റിക് സമുദ്രവും പസഫിക് സമുദ്രവും തമ്മിലുള്ള ബന്ധം അദ്ദേഹമാണ് അറിയാതെയാണെങ്കിലും കണ്ടെത്തിയത്. അങ്ങനെ 1578 തെക്കേ അമേരിക്കയുടെ തെക്ക് ഭാഗത്ത് ഒരു തുറന്ന ജലപാത ഉണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. അതായിരുന്നു ഡ്രേക്ക് പാസേജ്. ഇത്രയും ദുഷ്കരമായിട്ടുള്ള ഈ ഒരു ഡ്രേക്ക് പാസേജ് ഒരു 6 പര്യവേഷകര് കപ്പലിൻ്റെ ഒന്നും സഹായം ഇല്ലാതെ മറികടന്ന ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട്. 2019 ഡിസംബർ 25 6 പര്യവേഷകരുടെ ഒരു സംഘം വിജയകരമായിട്ട് തുഴഞ്ഞു നീങ്ങിക്കൊണ്ട് ഈ ഒരു ഡ്രേക്ക് പാസേജ് മറികടന്ന ചരിത്രം സൃഷ്ടിച്ചു. ദ ഇമ്പോസിബിൾ റോ എന്നൊരു ഡോക്യുമെന്ററി ഈ ഒരു വിഷയത്തെ ആസ്പദമാക്കിയുള്ളതാണ്. അങ്ങനെ ഈ ഒരു ഡ്രേക്ക് പാസേജും കടന്ന് നമ്മൾ മഞ്ഞിൻ്റെ സാമ്രാജ്യമായ അന്റാർട്ടിക്കൻ ഭൂഖണ്ഡത്തിലേക്കുള്ള യാത്ര തുടരുകയാണ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ഷെറിൻസ് വ്ലോഗ്. എല്ലാവർക്കും നമസ്കാരം. അത്ര സുഖമില്ലാത്ത പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത്ര സുഖമില്ല എന്ന് പറയുന്ന കാര്യം മൊത്തത്തിൽ കിളി പോയിട്ടിരിക്കുകയാണ്. കടൽ കണ്ട ഇത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇന്നലെ. അതായത് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഇന്നലെ ഒരു ദിവസം മുഴുവനും ബെഡിലങ്ങ് കിടന്നു. ഒരു തരി വെള്ളമോ ഭക്ഷണമോ ഞാൻ കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അമ്മാതിരി സീനായിരുന്നു ഇവിടുത്തെ കടൽ. അതായത് നമ്മൾ ഡ്രേക്ക് പാസേജിൽ കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണം. ഡ്രേക്ക് പാസേജ് ഇന്നലെ ഇതിപ്പോൾ ഇത്രയും കൂടി ബെറ്ററാണ്. ഇതൊന്നും അല്ലായിരുന്നു. ഇന്നലെ ഞാൻ ജനലിൽ കൂടി നോക്കിയപ്പോൾ എൻ്റെ ദൈവമേ. അപ്പോൾ അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു 7 മീറ്ററാണ് ഹൈറ്റ് വന്നത് തിരമാലയുടെ. 7 മീറ്റർ എന്ന് പറയുമ്പോൾ എത്ര അടി വരും? ഒരു 2 നില കെട്ടിടം വരുമോ? കറക്റ്റ് അറിയില്ല. ഒന്ന് ടൈപ്പ് ചെയ്യണേ. ആരെങ്കിലും അറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. 2 നില പൊക്കത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. 7 മീറ്റർ ഹൈറ്റ് വന്നെന്നാണ് പറഞ്ഞവർ. അത്രയും ഹൈറ്റിലുള്ള തിരമാലകളായിരുന്നു ഇന്നലെ മൊത്തം. ഞാനാണെങ്കിൽ വാളോട് വാള് ഒരു രക്ഷയില്ല. സീ സിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് അനുഭവിക്കുന്നത്. സീ സിക്ക് എന്നാണ് ഇതിനെ പറയുന്നത്. നമ്മൾ മൊത്തത്തിൽ ടയേർഡായി പോവും. എനിക്ക് എണീറ്റ് ഇരിക്കാൻ പറ്റുന്നില്ല.
ഞാൻ വേറെ കാര്യമുള്ളത് നിങ്ങളൊരിക്കൽ എൻ്റെ കാര്യം മാത്രം ഉള്ളത്. ഈ ഷിപ്പിൽ എല്ലാവർക്കും അങ്ങനെ തന്നെയായിരുന്നു. ഇന്നലെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, മാൻഡേറ്ററി ആയിട്ട് എല്ലാവരും അറ്റൻഡ് ചെയ്യേണ്ട ഒരു ക്ലാസ്സാണ്. അത് അവർ ഇന്നത്തേക്ക് മാറ്റി വെച്ചു. ഇന്നലെ ആരും ഇല്ലായിരുന്നു, ആർക്കും എണീക്കാൻ പറ്റണില്ല. കുറച്ച് പേർക്ക് അങ്ങാണ്ടാണ് കുഴപ്പമില്ലാണ്ടിരിക്കണം. മിക്കവർക്കും സിക്ക് അടിച്ച്. നമ്മുടെ റൂമിലുണ്ടായ ജപ്പാൻ ചേട്ടനില്ലേ, പുള്ളി കിടന്ന പടി തന്നെ. ഞാനും അങ്ങനെ കിടന്നുറങ്ങി. പുള്ളി ഇതായിരിക്കുന്നു. അറിയോ? ഓക്കേനോ? ഓക്കെ. പുള്ളി ഇപ്പോൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇന്നാണ്ട് ഫുഡ് കഴിക്കണം. കഴിഞ്ഞ എപ്പിസോഡിൽ ഡിന്നർ കഴിച്ച് ഓർക്കണല്ലേ, അതിനുശേഷം പിന്നെ ഒരു ഭക്ഷണം ഇന്നലെ കഴിച്ചിട്ടില്ല. ഒരു ദിവസം ഫുള്ള് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞാനാണെങ്കിൽ വാളോട് വാളായിരുന്നു. പുള്ളി വാളൊന്നും വെച്ചില്ല, പക്ഷെ പുള്ളി എണീറ്റിട്ടില്ല. ആർക്കും പറ്റണുണ്ടായില്ല, ഭയങ്കര സീന. എൻ്റെ അപ്പോൾ തന്നെ. അപ്പോൾ ഇപ്പോൾ സമയം 10 മണി. 11 മണിക്കൊരു ബ്രീഫിംഗ് ക്ലാസ് ഉണ്ട്. അത് മാൻഡേറ്ററി ആയി. ഇന്നലെ വെക്കേണ്ടതായിരുന്നു, അത് ഇന്നത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കുറേ കാര്യങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അതൊക്കെ എന്താണെന്ന് ഞാൻ അപ്പോൾ പറഞ്ഞുതരാം. ഇത് മറ്റേ ടാബ്ലറ്റാണ്, മറ്റേ ഡോക്ടർ തന്നാണ്. സിക്കിന് വേണ്ടിയിട്ട് ഉള്ള ടാബ്ലറ്റാണ്. ഒരെണ്ണം ഇപ്പോൾ കഴിക്കണം. അത് കഴിഞ്ഞിട്ട് 12 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്തത്. പക്ഷെ നമ്മൾ ഇന്ന് ഒരു 3 മണിയാകുമ്പോഴേക്കും ഈ കടലൊക്കെ നോർമൽ ആകുമെന്നാണ് പറയണം. അത് കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരിക്കും. നാളെ മോർണിംഗ് നമ്മൾ അന്റാർട്ടിക്ക എത്തും. അയ്യോ പൊളിച്ച്. അയ്യോ എനിക്ക് വൈകിട്ട് സത്യം പറഞ്ഞാൽ. ഞാനിപ്പം റൂമിൽ നിന്ന്, ഇത് റെസ്റ്റോറൻറ്റാണ്, റൂമിൽ നിന്ന് എന്നിട്ട് ഇവിടം വരെ നടന്നു വരാൻ പെട്ട പാട്. ഇങ്ങനെ ഷെയ്ക്കായിക്കൊണ്ടിരിക്കുന്നേ, ഭയങ്കര സീനാണ്, രക്ഷയില്ല. രാവിലെ 8 മണി തൊട്ട് 9 വരെ ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം. ആ സമയത്ത് മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുള്ളൂ. അതുപോലെ ലഞ്ചിനും ഡിന്നറിനൊക്കെ കൃത്യമായ സമയങ്ങളുണ്ട്. ആ സമയത്ത് മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ചെന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ കഴിച്ച ഫുഡ് കാണുന്നതൊക്കെയാണ്. അത്യാവശ്യം എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. വേറൊരു കാര്യമുള്ളത്, ഇവിടെ കഞ്ഞി കിട്ടും. കഞ്ഞി എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യാസമുണ്ട്, എന്നാലും റൈസ് തന്നെയാണ്. നമ്മുടെ ഈ ചൈനീസ് ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ റൈസ് ഉണ്ട്. വേണമെങ്കിൽ കഞ്ഞിയായിട്ട് നമുക്ക് കുടിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ചില്ലി സോസൊക്കെ ഉണ്ട്, അപ്പോൾ ഇത്തിരി എരിവും ഒക്കെ കിട്ടും. ഞാനപ്പോൾ ഇന്ന് ജസ്റ്റ് 2 കഷ്ണം ബ്രെഡും കുറച്ച് ഫ്രൂട്ട്സും പിന്നെ ഓംപ്ലേറ്റ് പറഞ്ഞു, അത് മാത്രമേ കഴിച്ചുള്ളൂ. ഓംപ്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഇന്ത്യക്കാരുണ്ട് കേട്ടോ, അതാണ് രസേ. ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് കുറേ സ്റ്റാഫ് ഇന്ത്യക്കാർ, അവർ കൂടുതൽ മുംബൈക്കാരാണ്. ഞാനപ്പോൾ അവരെയൊക്കെ പരിചയപ്പെട്ടായിരുന്നു. ഈ ഒരു മാപ്പിൽ നമ്മുടെ ഷിപ്പ് ഇപ്പോൾ എവിടെ എത്തിയെന്ന് അറിയാൻ പറ്റും. അതാണ് ഇവർ ഇങ്ങനെ ചെയ്തേക്കണം. കേട്ടോ, ഇതേ അന്റാർട്ടിക്കയുടെ അടുത്ത് തുടങ്ങി. നമ്മൾ ഇവിടെ നിന്നാണ് വന്നത് കേട്ടോ, ഇങ്ങനെ വന്നിട്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഇന്നലെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു, ഈ ഭാഗത്ത് മൊത്തം ഭയങ്കര പ്രശ്നമാണ് ഇന്നലെയൊക്കെ. അപ്പോൾ നമ്മളെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് കറക്കിയാണ് ഷിപ്പ് എടുത്തേക്കണം. അതുകൊണ്ടാണ് കുറച്ചെങ്കിലും ബെറ്റർ ആയിട്ടിരിക്കണം. ഇന്നത്തെ ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര സീനാണെന്നാണ് പറഞ്ഞാൽ. ഈ ഭാഗത്ത് നമ്മളത് കഴിഞ്ഞു പോയി, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ അതേ ഇത് കണ്ട കുറച്ചും കൂടി ഉള്ളു. നാളെ രാവിലെ നമ്മൾ അന്റാർട്ടിക്കയിലെത്തും. ഈ സീ റഫായിരിക്കുന്ന സമയത്ത് ലിഫ്റ്റ് വർക്ക് ചെയ്യില്ല. ഇതിപ്പോൾ വർക്കിംഗ് അല്ല, സ്റ്റെപ്പ് കയറി തന്നെ പോകണം. ഈ ലിഫ്റ്റിൻ്റെ അവിടെ, അതായത് 5ാമത്തെ ഡെക്കിലാണ് റിസപ്ഷനൊക്കെ വരുന്നത്. റെസ്റ്റോറൻറ്റ് ഇവിടെ തന്നെയാണ്. പിന്നെ നമ്മൾ മെയിൻ പോയിൻ്റ്, അസംബ്ലി പോയിൻറ്റും ഈ ഒരു 5ാമത്തെ ഡെക്കിൽ തന്നെയാണ്. കണ്ടോ ഇവിടെ ഇത് വെച്ചേക്കണ്ട. പിന്നെ ഇതൊക്കെ ഇവിടുത്തെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഫോട്ടോസും അവരുടെ ഡീറ്റെയിൽസൊക്കെയാണ് വെച്ചേക്കുന്നത്. ഇവിടെ ഈ 5ാമത്തെ ഡെക്കിൽ ലിഫ്റ്റിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഇന്ന് എന്തൊക്കെ പ്രോഗ്രാം ഉണ്ട് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം ഇവിടെ വെച്ചിട്ടുണ്ടാവും. ഇതെല്ലാ ദിവസവും, അതായത് തലേ ദിവസം 7 മണിക്ക് ഡിന്നർ ഉണ്ടാവും. അതിനുശേഷം ഇവിടെ ഈ ഒരു സാധനം ഒട്ടിച്ചിട്ടുണ്ടാവും. ഇന്നത്തെ പരിപാടികളാണ് എഴുതിയേക്കുന്നത്. 11 മണിക്ക് നമുക്കിനി മാൻഡേറ്ററി ഒരു ബ്രീഫിംഗ് ക്ലാസ് ഉണ്ട്. 1:30 കയാക്കിൻ്റെ ബ്രീഫിംഗ് ക്ലാസ് ഉണ്ട്. പിന്നെ 2:30 അടുത്ത പരിപാടി. അങ്ങനെ മൊത്തം എഴുതിയിട്ടുണ്ട്. 12:30 ലഞ്ച്, 6:30 ക്യാപ്റ്റൻ്റെ വെൽക്കം, 7 മണിക്ക് ഡിന്നർ, അങ്ങനെയൊക്കെയാണ് എഴുതിയേക്കണം. പിന്നെ മ്യൂസിക് ക്വിസോ എന്തോ പരിപാടി ഉണ്ട് 8:30. പിന്നെ ഇത് ചൈനക്കാർ കുറേ ഉള്ളതുകൊണ്ട് ചൈനീസ് ഭാഷയിൽ സെപ്പറേറ്റ് ഇത് വെച്ചിട്ടുണ്ടാവും. അത് ചൈനീസ് ഭാഷയിൽ അനൗൺസ്മെൻറ്റും ഉണ്ടാവും കേട്ടോ. എനിക്കാണ് അവർ എണ്ണം കൂടുതലാണ്, കുറേ ആൾക്കാർ സ്ഥിരം ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ചൈനീസ് ഭാഷയിലുള്ള ബ്രീഫിങ് സെപ്പറേറ്റും ഉണ്ടാവും. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് അനൗൺസ്മെൻറ്റും ഒക്കെ ഉണ്ട്. എനിക്കൊന്ന് സ്ഥിരം അവിടെ നിന്ന് ആൾക്കാർ ഉള്ളതുകൊണ്ടായിരിക്കും. ഇപ്പോൾ ഇന്ത്യക്കാർ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ ഹിന്ദിയിലൊക്കെ പറയുമായിരിക്കും. അങ്ങനത്തെ അവർക്ക് വേണ്ടിയിട്ടൊരു സൗകര്യം ചെയ്ത് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെയൊക്കെ മൊത്തം ചൈനീസ് ഭാഷയിലാണ്, അതിലും കൂടി എഴുതിയിട്ടുണ്ടാവും ഡീറ്റെയിൽസൊക്കെ. ഇവിടെ ഇൻ്റർനെറ്റ് പാക്കേജ് വെച്ചിട്ടുണ്ട് കണ്ടോ. അതായത് ഈ ഷിപ്പിൽ നമുക്ക് വൈഫൈ ഉപയോഗിക്കാം. ഇതിൻ്റെ റേറ്റാണ് എഴുതിയിരിക്കുന്നത്. 1 മണിക്കൂർ ഉപയോഗിക്കാനായിട്ട് $45, 2 മണിക്കൂർ ഉപയോഗിക്കാൻ, അതായത് 2 മണിക്കൂർ എന്ന് പറയുമ്പോൾ 120 മിനിറ്റ് 2 മണിക്കൂറാണോ? അപ്പോൾ അത് ഉപയോഗിക്കാൻ $75, 24 മണിക്കൂർ ഉപയോഗിക്കണമെങ്കിൽ $150, 7 ദിവസം ഉപയോഗിക്കണമെങ്കിൽ $550, 10 ദിവസം, അതായത് ഈ വോയാജ് മുഴുവനായിട്ട് ഉപയോഗിക്കണമെങ്കിൽ $650. ഇത്തിരി എക്സ്പെൻസീവ് ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഈ 1 മണിക്കൂർ 2 മണിക്കൂർ എന്നൊക്കെ ഉള്ളത് നമുക്ക് വേണമെങ്കിൽ 10 ദിവസം ഉപയോഗിക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന സമയം അനുസരിച്ചാണ് ഇതിൻ്റെ കണക്ക് വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് എല്ലാ സാധനങ്ങളും മേടിക്കാം. അതായത് ഇപ്പോൾ ഡ്രിങ്ക്സൊക്കെ ഉണ്ടല്ലോ, കള്ള് കുടിക്കണമെങ്കിൽ കള്ള് കുടിക്കാം. പിന്നെ അവിടെ ഷോപ്പുണ്ട്, സാധനങ്ങൾ മേടിക്കാം. പിന്നെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മീൻസ് ഉടനെ കൊടുക്കണ്ട,
നമ്മുടെ ക്രെഡിറ്റ് കാർഡ് കൊണ്ടുപോയി ഈ റിസപ്ഷനിലേക്ക് കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം അവിടെ ഒരു അക്കൗണ്ട് തുടങ്ങണം. ഈ അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ റൂം നമ്പറാണ്, ക്യാബിൻ നമ്പർ. അതും പേരും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അത് വെച്ചിട്ട് ആണ് നമുക്ക് സാധനങ്ങൾ മേടിക്കേണ്ടത്. ഞാനൊരു 5 ബിയർ മേടിച്ചിട്ടുണ്ട് 5 ദിവസത്തേക്ക്. അതായത് അതൊരു പാക്കേജാണ്. 5 ബിയറിന് $15. ഞാൻ ചുമ്മാ എൻ്റർടൈൻമെൻറ്റിന് മേടിച്ച് വെച്ചാണ്. ഞാനെല്ലാം കുടിക്കൊന്നുമില്ല, വല്ലപ്പോഴും 2 കുടിക്കുള്ളൂ. ബാക്കി നമ്മൾ ആർക്കും കൊടുക്കാമല്ലോ. ഇവിടെ ഇപ്പോൾ ചൈനക്കാരുടെ ബ്രീഫിംഗ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക അവരുടെ ഭാഷയിൽ. നമുക്ക് 11 മണിക്ക് നമ്മുടെ ഭാഷയിൽ തുടങ്ങും. നമ്മുടെ ഭാഷയല്ല, ഇംഗ്ലീഷിലുള്ളത്. ഇവിടുത്തെ റേറ്റൊക്കെ ഉണ്ട് വെച്ചേക്കണം. ഈ കള്ളിൻ്റെ ഇത് കണ്ട എല്ലാ സാധനവും ഉണ്ട്. എൻ്റെ പേരൊന്നും എനിക്കറിയില്ല. $3 തൊട്ട് മുകളിലോട്ടുണ്ട്. $3, $5. ബിയറിനൊക്കെ $5, $6 അങ്ങനെയൊക്കെ. പാക്കേജായിട്ട് എടുക്കുകയാണെങ്കിൽ $10 3 കുപ്പി, ഒരു കുഞ്ഞു കുപ്പി വരും. പിന്നെ $15 5 കുപ്പി അങ്ങനെയൊക്കെ കിട്ടും. പാക്കേജ് പോലത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് സാധനം മേടിച്ചാലും നമ്മുടെ അക്കൗണ്ട് നമ്പറും പേരും പറഞ്ഞു കൊടുത്താൽ മതി. അക്കൗണ്ട് നമ്പർ പറഞ്ഞാൽ ക്യാബിൻ നമ്പറും നമ്മുടെ പേരും പറഞ്ഞാൽ അതെല്ലാം അതിനകത്തൊക്കെ ആഡ് ആയിക്കോളും. ഷിപ്പിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ആ ക്രെഡിറ്റ് കാർഡ് വെച്ചോ എങ്ങനെയാണെങ്കിലും പേ ചെയ്യാം. അങ്ങനെയാണ് സെറ്റപ്പ്. അതൊരു ബിസിനസ് ട്രിക്കും കൂടി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മൾ ഈ കണ്ട സാധനം മൊത്തം മേടിക്കുമല്ലോ. ഇവിടെ സ്പായൊക്കെ ഉണ്ട്. സ്പായുണ്ട്, പിന്നെ മറ്റേ മസാജിങ് പരിപാടിയുണ്ട്, ഡ്രിങ്ക്സ്, അങ്ങനെ എന്തെങ്കിലും എല്ലാ സാധനങ്ങളും നമ്മൾ ആവശ്യമുള്ള പോലെ ഉപയോഗിക്കാം. എന്നിട്ട് ലാസ്റ്റ് കാശ് കൊടുത്താൽ മതി. നമ്മൾ ഓരോ കാര്യത്തിനും അപ്പോൾ ക്യാഷ് പൈസ കൊടുത്താൽ നമ്മൾ കുറേ ചിലവാക്കണ്ടെന്ന് നമുക്ക് തോന്നും. ഇതാകുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചാകുമ്പോൾ വലിയ എമൗണ്ട് ആവും. പക്ഷെ ഞാൻ നോക്കി കണ്ടേ കളിക്കുള്ളൂ. ഞാൻ ചിലപ്പോൾ കുറച്ച് നേരം 1 മണിക്കൂറത്തേക്ക് വല്ല $45 എടുക്കാൻ ഒരു പ്ലാനുണ്ട്. ഇൻ്റർനെറ്റ് $45 എന്ന് പറയുമ്പോൾ ഏകദേശം 3500 റേറ്റ് വരും. വെറുതെ അപ്ഡേറ്റൊക്കെ നോക്കാൻ വേണ്ടി മാത്രം. 10 ദിവസത്തേക്ക് വേറെ നെറ്റൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതേപോലത്തെ ഒരു സംഭവം എല്ലാ സ്ഥലത്തും കാണാം. ഇത് ഹാൻഡ് സാനിറ്റൈസറാണ്. ആവശ്യമുള്ള പോലെ ഉപയോഗിക്കാം. കൈ ഇങ്ങനെ വെച്ച് കൊടുത്താൽ വരും. കണ്ടോ ഇവിടെ ഒരു കവർ വെച്ചേക്കണ്ട. ഇത് നമുക്ക് ഒമിറ്റ് ചെയ്യാമല്ലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ പല സ്ഥലത്ത് ഇതുപോലെ കവറുകൾ വെച്ചിട്ടുണ്ട്. നമുക്കത് എടുക്കാം. ഇത് വേണമെങ്കിൽ കൈ പിടിച്ചു നടക്കാം. ഞാൻ കുറച്ച് നേരം മുമ്പ് വരെ കൈ പിടിച്ച് നടന്നു. ഇനിയിപ്പോൾ വലിയ കുഴപ്പം തോന്നുന്നില്ല. കണ്ടത് ഇവിടെ വെച്ചിട്ടുണ്ട, എല്ലായിടത്തും വെച്ചിട്ടുണ്ടാവും. ഞാൻ ഷിപ്പിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. ഇവിടെ വന്നിരിക്കുമ്പോൾ ഇത്തിരി പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. കാരണം ഫ്രണ്ട് ഭാഗം എപ്പോഴും ഇങ്ങനെ ഷെയ്ക്ക് ഉണ്ടാവുമല്ലോ, തലവേണ്ടെടുക്കണം. വേറൊരു കാര്യമുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവിടെ അറോറ എക്സ്പെഡിഷൻ എന്ന് പറഞ്ഞ ഷിപ്പ് കിടക്കണില്ലേ, അത് പുറപ്പെട്ടില്ല. അവർ 24 മണിക്കൂർ ഡിലേ ചെയ്തു. പക്ഷേ അത് മണ്ടത്തരമാണെന്ന് ഇപ്പോൾ ഇന്നലത്തെ ഒരു ലൈവ് ക്ലാസ്സിൽ പറയുന്നുണ്ട്. ബ്രീഫിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നടന്ന് ആ ബ്രീഫിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ടി വിയിൽ ലൈവായിട്ട് തന്നെ കാണാതെ അവിടെ നടക്കണത്. അപ്പോൾ അങ്ങനെ വെച്ചപ്പോൾ അവർ പറഞ്ഞാണ് ഈ 7 മീറ്ററൊക്കെ ആയിരുന്ന ഹൈറ്റ്. പിന്നെ അവർ മാപ്പൊക്കെ കാണിച്ചു തന്നെ എങ്ങോട്ടാണ് കാറ്റ് വരുന്നത്, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, ആ മാപ്പിൽ ലൈവായിട്ട് കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ മറ്റേ ഷിപ്പുകാർ പുറപ്പെട്ടില്ല. അവർ 24 മണിക്കൂർ കഴിഞ്ഞിട്ട് പുറപ്പെടും എന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂർ കഴിഞ്ഞതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വന്ന റൂട്ടില്ല, അത് മൊത്തം പ്രശ്നമായി. അവിടെ ഹെവി ആയിട്ട് സീ റഫാണ്. ഇപ്പോൾ നമ്മൾ എന്തോ ഭാഗത്തിന് നമ്മൾ പുറപ്പെടുകയും ചെയ്ത് നമ്മുടെ ക്യാപ്റ്റൻ ചെറുതായിട്ടൊന്ന് വഴി തിരിച്ച് വിട്ട്, വലിയ കുഴപ്പമില്ലാത്ത ഏരിയ കൂടി വഴി തിരിച്ച് വിട്ടുകൊണ്ട് വലിയ സീനില്ല. പക്ഷേ ഇപ്പോൾ ആ ഏരിയ ഫുള്ള് ഡ്രേക്ക് പാസേജ് മുഴുവനായിട്ടും ഈ സമയത്ത് പ്രശ്നമാണ്. പ്രശ്നം എന്ന് വെച്ചാൽ കൂടുതൽ റഫായിരിക്കും. മറ്റേ ഷിപ്പുകാർക്ക് നല്ല പണി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ പറയണ്ടായിരുന്നു ഇവിടെ. നമ്മളെന്തായാലും ഇങ്ങനെ പോന്നു. ഇനി അങ്ങോട്ട് പോകുന്തോറും സീ റഫ് കുറയും. കാരണം നമ്മൾ അന്റാർട്ടിക്കയുടെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാപ്പ് വെച്ചേക്കുന്നുണ്ടാ, ഇത് ആർട്ടിക്കിൻ്റെ മാപ്പാണ്. ആർട്ടിക് എന്ന് പറയുന്നത് ഉത്തരധ്രുവം, 90 ഡിഗ്രി നോർത്ത്. അവിടെ നമുക്ക് ആക്ച്വലി പോയി നിൽക്കാൻ പറ്റില്ല. കാരണം അത് കടലാണ്. നമുക്ക് ആകെ സൗത്ത് പോളിൽ മാത്രമേ പോയി നിൽക്കാൻ പറ്റുള്ളൂ. അത് നമ്മുടെ അന്റാർട്ടിക്ക ആയതുകൊണ്ട് നമുക്ക് അവിടെ പോയി ഇറങ്ങാൻ പറ്റും. കരയുണ്ട്, പക്ഷേ നോർത്ത് പോളിൽ കരയില്ല, കടലായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നത് നടന്നു പോകാൻ ചിലപ്പോൾ പറ്റുമായിരിക്കും വിൻ്റർ സമയത്ത്. ആ സമയത്ത് ഈ പിക്ചറിൽ കാണുന്ന പോലെ ഫുൾ ഐസായിരിക്കും. കണ്ടോ, ഐസിൻ്റെ മുകളിൽ കൂടി വേണം നടക്കാം. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അത് അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. കാരണം തിരിച്ചു വരുമെന്ന് ഉറപ്പൊന്നുമില്ല. കാരണം അത്രയും കാഠിന്യമായിട്ടുള്ള തണുപ്പ് കാലമായിരിക്കും. -50 അല്ലെങ്കിൽ -60, -70, എനിക്ക് എത്രയും കറക്റ്റ് അറിയില്ല. നല്ല തണുപ്പുള്ള സമയമാണ്. അതത്ര നടന്നു പോകാന്ന് പറഞ്ഞാൽ നിസ്സാര ദൂരമൊന്നുമല്ല. അപ്പോൾ ഇത് ഗ്രീൻലാൻഡ്, നോർവേ അങ്ങനെയുള്ള സ്ഥലത്തിൻ്റെ ഒക്കെ അടുത്താണ് സംഭവം. കണ്ടോ, അപ്പോൾ 11 മണിയായപ്പോൾ ഒരു ബ്രീഫിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു. ഇത് മാൻഡേറ്ററി ആയിട്ട് എല്ലാവരും പങ്കെടുക്കേണ്ട ഒരു സംഭവമാണ്. പിന്നെ അത് കുറേ കാര്യങ്ങൾ ഇവർ വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ അന്റാർട്ടിക്കയിൽ ഇറങ്ങുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് പറയണം. ഈ ഭൂമിയിലെ ഒരു യൂണീക്ക് എക്കോസിസ്റ്റം ഉള്ള ഒരു സ്ഥലമാണ് അന്റാർട്ടിക്ക. ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഇറങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ പറയണം. പിന്നെ ഈ അന്റാർട്ടിക് ട്രീറ്റിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ അതൊരു കരാറാണ്. നമ്മുടെ ഇന്ത്യക്ക് അതിൻ്റെ ഭാഗമാണ് കേട്ടോ. പിന്നെ IAATO എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ട്.
അതായത് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അന്റാർട്ടിക് ടൂർ ഓപ്പറേറ്റേഴ്സ്. അത് 1991 നിലയിൽ വന്നത്. അവരുടെ ഗൈഡ് ലൈൻ അനുസരിച്ചാണ് ഈ ടൂർ പ്രോഗ്രാം എല്ലാം നടക്കുന്നത്. എല്ലാ ഷിപ്പുകളും അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. പിന്നെ വേസ്റ്റ് ഇടരുത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, പിന്നെ പുറത്ത് പോകുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇവർ ബൂട്ട് തരും. അപ്പോൾ ആ ബൂട്ട് ഒരു പിങ്ക് വെള്ളമുണ്ട്, ആ വെള്ളത്തിൽ മുക്കിയിട്ട് വേണം നമ്മൾ പുറത്തോട്ട് ഇറങ്ങാനായിട്ട്. തിരിച്ച് വരുമ്പോൾ നമ്മുടെ ബൂട്ട് നല്ലോണം ക്ലീൻ ചെയ്ത ശേഷം ആ പിങ്ക് വെള്ളത്തിൽ വീണ്ടും മുക്കിയിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട്. അത് പിങ്ക് വെള്ളം എന്ന് പറഞ്ഞാൽ ബാക്ടീരിയനെ കൊല്ലുന്ന ഒരു തരം കെമിക്കലാണ്. അപ്പോൾ അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു തരി മണ്ണ് പോലും നമ്മൾ കപ്പലിൻ്റെ ഉള്ളിലേക്കോ കപ്പലിൻ്റെ പുറത്തേക്കോ, അതായത് അന്റാർട്ടിക്കിലോട്ടോ നമ്മൾ കൊണ്ടുപോകില്ല. അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഇവിടുത്തെ പക്ഷികൾക്ക് ചിലപ്പോൾ നമ്മളിൽ നിന്ന് രോഗം വരെയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരെയോ അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സേഫ്റ്റി കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ അന്റാർട്ടിക്കയിൽ ചെന്ന് ഇറങ്ങുമ്പോൾ അവിടെ വല്ല തൂവലോ കല്ലോ അതൊക്കെ ഒന്നും പറക്കിക്കൊണ്ട് വരരുത്. പിന്നെ അവിടെ ഒന്നും എഴുതി വെക്കരുത് എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. പിന്നെ ഫുഡ് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. പിന്നെ ആനിമൽസിന് തീറ്റ കൊടുക്കരുത്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അത് ഞാൻ അന്റാർട്ടിക്കിലോട്ട് ഇറങ്ങുമ്പോൾ ഓരോ കാര്യങ്ങൾ കാണുന്നതനുസരിച്ച് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. അതുപോലെ സോഡിയാക്ക് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് കപ്പലിൽ നിന്ന് നമ്മളൊരു ബോട്ടിൽ കയറിയിട്ടാണ് അന്റാർട്ടിക്കിലെ പല സ്ഥലങ്ങളിലോട്ട് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ബോട്ടിൽ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെ കയറണം, എങ്ങനെ ഇരിക്കണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത്. ഇനിയും ഉണ്ട് കേട്ടോ ബ്രീഫിംഗ് ക്ലാസ്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നടത്തിക്കൊണ്ടിരിക്കും. ഇനി ലഞ്ച് കഴിഞ്ഞിട്ട് വേറൊരു ബ്രീഫിംഗ് ക്ലാസ് ഉണ്ട്. അത് കയാക്കിംഗ് ആയിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. അതുപോലെ ഈ അന്റാർട്ടിക്കയിൽ ഡ്രോൺ എന്ന് പറയുന്ന സംഭവം ഉപയോഗിക്കാനേ പാടില്ല കേട്ടോ. അത് അലൗഡല്ല. കപ്പലിൻ്റെ ഏറ്റവും പുറകു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതുണ്ടോ, അടിപൊളി. ഇത് ഫുള്ള് ഫോഗായിട്ടാ. ഇന്നലെ കുറച്ചും കൂടി ക്ലിയർ ആയിരുന്നു, പക്ഷെ ഇന്ന് മൊത്തം മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. കണ്ട, ഞാനേ ജാക്കറ്റൊക്കെ ഒന്ന് എടുത്തിട്ട് നൈസായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ഇവിടെ ഒരു മനുഷ്യനും ഇല്ല. ഇതുണ്ടാ ഭയങ്കര തണുത്ത കാറ്റടിച്ചോണ്ടിരിക്കണം. വല്ല -ഡിഗ്രിയൊക്കെ ആയിരിക്കും. നോക്കാനായിട്ട് നെറ്റൊന്നുമില്ല. ഇവിടെയൊക്കെ ഫുള്ള് വെറ്റായി. ഇതുണ്ടാ നിറച്ച് വെള്ളം ഈ കടലിൽ നിന്ന് അടിച്ച് കയറി ഇങ്ങനെ വരുന്നതാ. കണ്ടാ, നമ്മൾ ആദ്യമൊക്കെ വന്നപ്പോൾ ഇവിടെയൊക്കെ ഒരു കുഴപ്പമില്ലായിരുന്നു. നോക്കി, ഫുള്ള് കടൽ വെള്ളം അടിച്ച് കയറിയേക്കാം. അത്രയും ഫോഴ്സിലാണ്, അത്രയും പൊക്കത്തിലാണ് വെള്ളം പൊങ്ങുന്നത്. മനസ്സിലായോ? ആ സമയത്തൊന്നും ഇവിടെ നിൽക്കാനേ പറ്റില്ല, തെറിച്ച് കടലിൽ പോവും. തണുത്തിട്ട് പറഞ്ഞിട്ട് എൻ്റെ കൈയൊക്കെ മറിയിച്ചു പോയി. ചുവന്നുണ്ടോ? ഓഹ്, നമ്മളെ ഇപ്പം നിൽക്കുന്നത് കപ്പലിൻ്റെ ഏറ്റവും മുൻഭാഗത്താണ്. ഇവിടെ ഭയങ്കര കാറ്റടിക്കണ, തണുത്ത കാറ്റ്. ഓഹ് എൻ്റെ പൊന്നു, ഇവിടെയൊക്കെ എത്ര കിലോമീറ്റർ ആഴം ഉണ്ടാവില്ലേ? താഴത്ത് കിലോമീറ്റർ ആയിരിക്കും. എൻ്റെ പൊന്നു, ഇവിടെ അധികം നിൽക്കാൻ പറ്റില്ല. ജാക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മുഖമൊക്കെ മരവിച്ച് കൈയൊക്കെ പോയി. ഞാൻ താഴത്തേക്ക് പോട്ടെ നൈസായിട്ട്. അകത്തേക്ക് വരട്ടെ, താഴത്തോട്ടല്ല. ലിഫ്റ്റ് ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുണ്ട്. അതായത് കടൽ അത്യാവശ്യം നോർമലായി എന്നാണ് അർത്ഥം. വലിയ കുഴപ്പമില്ല, എന്നാലും ചെറിയ ഷേക്കൊക്കെ ഉണ്ട്. നല്ല റഫാണെങ്കിൽ ഈ ലിഫ്റ്റ് ഇവർ ഓഫ് ചെയ്യും കേട്ടോ. കാരണം ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. ചേട്ടാ ഫുഡ് കഴിക്കാൻ പോയി. ഡെക്കിലുണ്ട്, 5ാമത്തെ ഡെക്കിലുണ്ട്. ആ, ഇവിടെ നിന്ന് എല്ലാ ഫോണിൽ നിന്നും നമുക്ക് ഏത് റൂമിലേക്കാണെങ്കിലും വിളിക്കാം. ജസ്റ്റ് റൂം നമ്പർ മാത്രം ടൈപ്പ് ചെയ്താൽ മതി. ഇപ്പം നമ്മുടെ റൂമിൽ നിന്ന് മറ്റു റൂമുകളിലോട്ട് വിളിക്കാനും ജസ്റ്റ് റൂം നമ്പർ ടൈപ്പ് ചെയ്താൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. ഞാൻ നമ്മുടെ മലയാളി ചേട്ടന്മാരെന്ന് വിളിച്ചാൽ ഫുഡ് കഴിക്കാൻ നേരമായി. ഇന്നത്തെ ലഞ്ചിനുള്ള ഐറ്റംസാണ് ഈ കാണുന്നത്. ഇത് സാലഡിൻ്റെ സെക്ഷനാണ്. ഇവിടെ എന്തൊക്കെയോ സാധനം ഇരിക്കുന്നത്, എന്താണെന്ന് എന്നോട് ചോദിക്കരുത് കേട്ടോ. ഇത് മറ്റേ പ്ലമ്മാണെന്ന് തോന്നുന്നു, പൈനാപ്പിളുണ്ട്. ഇതാണ്, ഇതെനിക്കൊന്നും മനസ്സിലായില്ല എന്താ സാധനമൊന്നും. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഷൂഷി എന്നാണ്. ചൈനീസ് വിഭവം കണ്ട മീറ്റാണ്. പിന്നെ ഇത് പോർക്ക്, ഇത് ഫിഷാണ്, നൂഡിൽസ് ഉണ്ട്, വെജിറ്റബിൾ, റൈസ്, പൊട്ടറ്റോ വെച്ചിട്ടുള്ള പരിപാടി, സൂപ്പ്, ബ്രെഡ്, അങ്ങനെ സംഭവമൊക്കെ. നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിക്കൻ്റെ വിഭവങ്ങളോ അല്ലെങ്കിൽ ബീഫോ അങ്ങനെ എന്തെങ്കിലും സംഭവമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് സെറ്റ് ചെയ്ത് തരും. അങ്ങനത്തെ സൗകര്യമൊക്കെ ഉണ്ട്. ഓരോ ദിവസം ഓരോ വിഭവങ്ങളാണ് കേട്ടോ. ഇന്നലെ ബീഫ് ഉണ്ടായി, എന്തോ ടൈപ്പ് ബീഫ്, പിന്നെ ഇപ്പോൾ പോർക്ക്, അങ്ങനെ പല സമയത്തും പല സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ പരിപാടി ഇവിടെ കയാക്കിങ് ഇറങ്ങുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ബ്രീഫിംഗ് സെഷനുണ്ട്. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുക. നമുക്കൊന്ന് ചെന്ന് അറ്റൻഡ് ചെയ്യാം. കയാക്കിംഗ് ഒക്കെ നേരത്തെ ബുക്ക് ചെയ്തില്ലെങ്കിൽ കിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ദൈവത്തിന് അറിയാം, നോക്കട്ടെ. So the mandatory for kayaking, that's the company requirements. അന്റാർട്ടിക്കയിൽ കയാക്കിങ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണം. മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിന് $310, അറൗണ്ട് ഒരു ഇന്ത്യൻ മണി 25,000 രൂപ വരും. പിന്നെ പ്രധാനമായിട്ട് ഇവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, നന്നായിട്ട് സ്വിം ചെയ്യാൻ അറിയണം, പിന്നെ ഇറങ്ങുന്നതിന് മുമ്പ് വെള്ളമടിക്കാൻ പാടില്ല, പിന്നെ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. അത്രയും കാര്യങ്ങളാണ് ഇവർ പറഞ്ഞേക്കണം. പിന്നെ 2 പേർക്ക് ഇരിക്കാവുന്ന കയാക്കാണ്. അറ്റ് എ ടൈം 10 പേർക്ക് മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ.
പിന്നെ ആദ്യം സൈൻ ഇൻ ചെയ്യുന്നവർക്കാണ് ഇറങ്ങാൻ സമ്മതിക്കുള്ളൂ, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഒരുപാട് പേർക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് കയാക്കിങ്ങിന് ഇറങ്ങാം, അല്ലെങ്കിൽ അവിടെ ക്യാമ്പ് ചെയ്യാം. അന്റാർട്ടിക്കയിൽ ക്യാമ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. രണ്ടിനും പൈസ കൊടുക്കണം. അതിൻ്റെ ബ്രീഫിംഗ് നെക്സ്റ്റ് വരുന്നുണ്ട്, അത് എത്രയെന്ന് അറിയത്തില്ല. ക്യാമ്പ് ചെയ്യുകയാണെങ്കിൽ നൈസായിരിക്കില്ല എക്സ്പീരിയൻസ്. അതിന് നമുക്ക് പൈസ നോക്കണ്ട, വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കട്ടെ, അതിൻ്റെ ബ്രീഫിംഗ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം. പിന്നെ ഈ കയാക്കിങ്ങിന് പോകുമ്പോൾ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞില്ല, അത് അവർ പറയുന്ന സംഭവമാണ്. പക്ഷേ ഇംഗ്ലീഷ് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, വേണമെങ്കിൽ ട്രാൻസ്ലേറ്റർ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. അതെനിക്കറിയത്തില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിനായിരിക്കും അങ്ങനെ പറഞ്ഞതെന്നാണ്. പിന്നെ റെഡ്, ഗ്രീന്, ബ്ലൂ, യെല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പല ഗ്രൂപ്പുകളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഞാൻ ഗ്രീനിൽ വന്നു. ഗ്രീനിൽ എൻ്റെ പേര് കണ്ടാ, ഷെറിൻ പോൾ കണ്ടാ. ഓ എൻ്റെ അമ്മ ഒടുക്കത്തെ കാറ്റി. അതെ, പെട്ടെന്നൊരു സാധനം കണ്ടു, അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചാടി പുറത്തിറങ്ങിയതാണ്. കാണിച്ചു തരാം. എൻ്റെ മുന്നോ അന്റാർട്ടിക്ക എത്തി എന്നുള്ളതിൻ്റെ സൂചനകളൊക്കെ വന്നു തുടങ്ങി. ഇതേ ഒരു ഐസ് കാണിച്ചു തരാം ഒരു മിനിറ്റ്. ഓ ഒടുക്കത്തെ കാറ്റ് അതുകൊണ്ടോ അത് നോക്കി, ഒരു ഐസ് ഒഴുകിയായിരുന്നു. കുറച്ചു മുമ്പേ ഭയങ്കര മഞ്ഞ് വീഴ്ച ഉണ്ടായിരുന്നു, സ്നോ പെയ്യണായിരുന്നു. അതിൻ്റെ ഐസൊക്കെ ഇവിടെ കിടക്കണത് കണ്ട, ഇത് മൊത്തം ഐസാ. ചില്ലിലൊക്കെ കണ്ട ഐസ് പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല, ഭയങ്കര തണുത്ത കാറ്റടിക്കണം. അത് പ്രത്യേകിച്ച് അവർ ആ ക്ലാസ്സിൽ എടുത്ത് പറഞ്ഞു, നമ്മുടെ കൈ മറ്റേ മരവിച്ചിട്ട് കറുത്ത് പോകുന്ന പരിപാടിയില്ലേ, ഫ്രോസൺ ബൈറ്റ്, പിന്നെ മൂക്ക് പോവും, ഫേസ് ശ്രദ്ധിക്കണം, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് തണുപ്പത്ത് വന്നു കഴിഞ്ഞാൽ. ഞാനപ്പോൾ ചാടി പുറത്തിറങ്ങിയ ഈ കാറ്റാണ് പ്രശ്നം. ചുമ്മാ നിൽക്കുകയാണെങ്കിൽ അത്ര വലിയ തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യില്ല, പക്ഷെ ഭീകര കാറ്റാ, തണുത്ത കാറ്റ്. പെട്ടെന്ന് ഞാൻ ക്ലാസ്സിൽ നോക്കിയപ്പോൾ കണ്ട സാധനമാണ് അന്റാർട്ടിക്ക എത്തുന്നു എന്നുള്ളതിന്റെ സൂചനയൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് മോനെ. പക്ഷെ സമയമുണ്ട്, നാളെ രാവിലെ എത്തുള്ളൂ. അയ്യോ പൊളിച്ച്. അതെ, ഒരു ബയോസെക്യൂരിറ്റി ക്ലാസ് ഉണ്ട്. അതായത് അന്റാർട്ടിക്കയുടെ പുറത്തോട്ട് ഇറങ്ങാൻ നേരത്ത് എങ്ങനെയൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, ബൂട്ട് നമുക്ക് ഇട്ട് നോക്കണം, നമുക്ക് പറ്റിയ സൈസാണോ അതൊക്കെ നോക്കണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ക്ലാസ്സാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ വിളിച്ചു പറയുന്നത്. ഇപ്പോൾ ഓരോ ഡെക്ക് വൈസ് വിളിക്കും. ഇപ്പോൾ 7 ആയിട്ടുള്ളൂ, നമ്മുടെ 3 ഡെക്ക്. അപ്പോൾ ബയോസെക്യൂരിറ്റിയുടെ ഒരു പരിപാടി ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നാളെ നമ്മൾ അന്റാർട്ടിക്കയിലോട്ട് എങ്ങനെയാണോ ഇറങ്ങുന്നത് അതേ ഡ്രസ്സിൽ തന്നെ വരണം. ഇവിടെ നിന്ന് നമുക്ക് തരുന്നത് ഒരു ജാക്കറ്റ് തരും, അതായത് വലിയൊരു നീല കളർ ജാക്കറ്റ് ഉണ്ട്. ഞാൻ കാണിച്ചു തന്നായിരുന്നോ? ഇല്ലെങ്കിൽ കാണിച്ചു തരാം. നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ സൈസ് നേരത്തെ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എനിക്ക് എല്ലായിരുന്നു. എല്ലെന്ന് പറഞ്ഞാൽ ഇത്തിരി വലിപ്പമുണ്ട്, എന്നാലും നമ്മൾ ഉള്ളിൽ ജാക്കറ്റൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ എൽ സൈസാണ് എടുത്തേക്കണം. ഏത് സൈസാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞാൽ അത് തരും. അപ്പോൾ അത് ഇന്നലെ കിട്ടിയായിരുന്നു. പിന്നെ നമുക്ക് ബൂട്ട് ഇവിടെ നിന്ന് തരും, കാലിട്ടുകൊണ്ട് പോകാനുള്ള ബൂട്ട്. നമ്മുടെ ചെരുപ്പിട്ടൊന്നും ഇറക്കൂല, ഇവർ തരുന്ന ബൂട്ട്. അത് കഴുകി വൃത്തിയാക്കിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങുകയും വരെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ വഴി കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോഴത്തെ പരിപാടി, നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ടോ അതെല്ലാം ഇപ്പോൾ ഇട്ടുകൊണ്ട് വരണം. അപ്പോൾ ഞാനിപ്പോൾ ഇതൊക്കെ ഇടാനാണ് ഉദ്ദേശിക്കണം. പിന്നെ ഒരു ബാഗിൽ പവർ ബാങ്കും അങ്ങനെ 1-2 സാധനങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം അവർ എടുത്ത് പറഞ്ഞത്, വാട്ടർ പ്രൂഫ് പാൻറ്റ് നിർബന്ധമായിട്ടും വേണം. അപ്പോൾ ഞാൻ ആക്ച്വലി ഈ സാധനം എടുക്കാൻ മറന്നുപോയി. ബാക്കി എല്ലാം വാട്ടർ പ്രൂഫുണ്ട്. ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. കാലിലിടാനായിട്ട് ഞാനൊരു ഷൂ ഇടുന്നുണ്ടായി, വാട്ടർ പ്രൂഫാണ്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഗ്ലൗസ് വാട്ടർ പ്രൂഫാണ്. ബാക്കി എല്ലാം ഉണ്ട്. പാൻറ്റ് മാത്രം എടുക്കാൻ ഞാൻ മറന്നുപോയി. ആക്ച്വലി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു, വീട്ടിൽ റെയിൻകോട്ടൊക്കെ ഇരിപ്പുണ്ട്. അതെന്തെങ്കിലും എടുത്തിട്ട് വന്നാൽ മതി. അതെന്ന് വെച്ചാൽ നമ്മൾ ഇറങ്ങുമ്പോൾ നനയും, എങ്ങനെ വന്നാലും നനയുമെന്നാണ് പറയണം. അപ്പോൾ അത് നിർബന്ധമായിട്ടും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഷോപ്പ് ഉണ്ടല്ലോ, ആ ഷോപ്പിൽ പോയിട്ട് റെൻറ്റിന് എടുത്തു. ഇവിടെ സെയിലില്ല, റെൻറ്റിന് തരും. $40 എൻ്റെ ട്രിപ്പ്. ലാസ്റ്റ് പോകുമ്പോൾ തിരിച്ചു കൊടുക്കണം. അപ്പോൾ അതൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതാണ് ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഇട്ടേക്കണ വാട്ടർ പ്രൂഫ് പാൻറ്റ്. ഈ ഒരു വേഷത്തിലായിരിക്കും പോവാം. ഇതിൻ്റെ മുകളിൽ അവർ തന്ന ജാക്കറ്റ് ഇടും. എന്നിട്ട് ഇത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഇത് അറ്റൻഡ് ചെയ്യുമ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഇത് ഫുള്ള് വാക്കം ചെയ്ത് ഇതിനകത്ത് എന്തെങ്കിലും പൊടിയോ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മൊത്തം അവർ വാക്കം ചെയ്തെടുക്കും. എന്നിട്ടേ നമ്മൾ ഇറക്കുള്ളൂ. അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ സ്റ്റിക്കൊക്കെ ഇവിടെ നിന്ന് തരും. സ്റ്റിക്ക്, ബൂട്ട്, ജാക്കറ്റ് ഇത് ഇവിടെ നിന്ന് തരും. പാൻറ്റൊക്കെ നമ്മൾ കൊണ്ടുവരണം ബാക്കിയൊക്കെ. ഞാനേ പിന്നെയും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വേറൊരു കാഴ്ചയുണ്ട്. ഇത് കണ്ടോ ഐസ് നിൽക്കണമൊക്കെ? ഇത് ഒഴുകി കിടക്കുന്ന ഐസാണോ എന്ന് അറിയത്തില്ല കേട്ടോ, അടുത്ത് പോകുമ്പോൾ അറിയാം. എനിക്ക് തോന്നുന്നേ ഇതേപോലത്തെ ഐസിൽ ചെന്നിട്ടാണ് നമ്മുടെ ടൈറ്റാനിക്കൊക്കെ ചെന്ന് ഇടിച്ച് തകർന്നു പോയത്. അതായത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ചെറിയൊരു പീസ് ഒഴുകി കിടക്കണമായിട്ട് തോന്നും. ചിലപ്പോൾ അടിയിലോട്ടൊക്കെ വലിയ മലയായിരിക്കും, ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇത് നോക്കിയിട്ടേ എനിക്ക് തോന്നുന്നത് ഇത് അവിടെ തന്നെ നിൽക്കുന്ന ഐസാണ്. ചിലപ്പോൾ അടിയിലോട്ട് വലിയതൊക്കെ കാണും കേട്ടോ, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ മഡ് റൂം എന്ന് പറയും. അതായത് ഈ റൂമിൽ നിന്നാണ് നമ്മൾ ബൂട്ടൊക്കെ മാറി പുറത്തോട്ട് ഇറങ്ങുന്നത്, അന്റാർട്ടിക്കയിലോട്ട് ഇറങ്ങുന്ന സ്ഥലം. നമ്മളുടെ ബൂട്ടൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. എൻ്റെ 40 സൈസ്.
അതൊക്കെ തിരഞ്ഞെടുത്തു ഇട്ടൊക്കെ നോക്കി എല്ലാം പെർഫെക്റ്റ് ആണ്. അതുപോലെ ഇങ്ങനത്തെ ജാക്കറ്റൊക്കെ ഉണ്ട് കണ്ട, ഇത് അടിപൊളി ജാക്കറ്റാണ്. ഇത് കണ്ട, ഇത് ഇത്ര ഉള്ളു കുഞ്ഞു സാധനം, പക്ഷെ ഒറ്റ വലിക്കത് ഇത്ര ആവും. അപ്പം അങ്ങനത്തെ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങണത്. ഇതാണ് ബൂട്ട് കണ്ട, ഇങ്ങനത്തെ ബൂട്ട് ഓരോരുത്തർക്ക് ഏതാണ് സൈസ് അത് നോക്കി എടുക്കാം. കണ്ട, എൻ്റെ 40 7 എൻ്റെ സൈസ്, അപ്പോൾ 40. ഹലോ, നോ ഇറ്റ്സ് കറക്റ്റ്. ഓക്കെ, Enjoy. see you. See you tomorrow. See you tomorrow. Yes. Yeah. Yes. ഇത് ഇവിടെ നമ്മുടെ സോഡിയാക്കൊക്കെ ഇരിക്കുന്നുണ്ട്. സോഡിയാക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു. ഇതൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. യെസ്, അടിപൊളിയാണ് മോനെ. ഇപ്പം അതിൻ്റെ പ്രിപ്പറേഷനൊക്കെയാണ് ഇപ്പോൾ കഴിഞ്ഞത്. പിന്നെ കുറച്ച് മുമ്പ് സോഡിയാക്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നായിരുന്നു. ഇനി അടുത്ത സെഷൻ എന്ന് പറഞ്ഞാൽ ക്യാമ്പിംഗ് ഓപ്ഷൻ ഉണ്ട്. അതായത് അന്റാർട്ടിക്കയിൽ നമുക്ക് വേണമെങ്കിൽ ക്യാമ്പ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ബ്രീഫ് ചെയ്ത് തരും. ഞാൻ അതൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. നോക്കാം, എല്ലാ തെക്കും തിരക്കും വേളമൊക്കെയാണെന്ന് അറിഞ്ഞൂടാ. പിന്നെ എല്ലാവർക്കും അവസരം കിട്ടുമോ അതൊന്നും അറിയത്തില്ല. നോക്കാം എന്തായാലും. തുറക്കൂ. ഞാനൊന്ന് ബാത്റൂമിലൊക്കെ ഒന്ന് പോകാം എന്ന് വിചാരിച്ചിട്ട് റൂമിലോട്ട് പോയതാ. അപ്പോൾ അനൗൺസ്മെൻറ്റ് വന്ന് നിങ്ങൾക്ക് ഐസ്ബർഗ് കാണണമെങ്കിൽ നേരെ ഷിപ്പിൻ്റെ മുമ്പിലേക്കാ, കുറേ ഐസ്ബർഗ് കാണാമെന്ന് പറഞ്ഞിട്ട്. മനുഷ്യനെ കക്കൂസിൽ പോകാൻ സമ്മതിക്കില്ല. ശരിയാണ്ട, കുറേ ഉണ്ട്. ദേ ആ ദൂരെ ഇറങ്ങണ്ട, അവിടെ ഒരു ഐസ്ബർഗ് ഉണ്ട്. ദേ ഇവിടെ ഒരു വലിയ ഐസ്ബർഗ്, അടിപൊളി. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ അവിടെയും കാണാൻ പറഞ്ഞണം. ഇത് കുറേ ഉണ്ട് കേട്ടോ, നമുക്ക് ഈ ഫോഗ് ആയതുകൊണ്ട് കാണാത്ത. ശരിക്കും ഈ ദൂരെ കാണുന്ന ഭാഗത്തൊക്കെ ഐസ്ബർഗ് ഉണ്ട്, ചെറുതായിട്ട് കാണാം. കംപ്ലീറ്റ്ലി ഫോഗ് ആയതുകൊണ്ട് കാണുന്നില്ല എന്നുള്ളൂ. കണ്ട, നിൽക്കണം മോനെ, അടിപൊളി സീൻ. ഇതിൽ കൂടെ കുഞ്ഞു കുഞ്ഞു പക്ഷികളൊക്കെ പറന്നുകൊണ്ട് കണ്ട. ഇവരൊക്കെ എവിടെ പോയി ഇരിക്കാവോ ഈ കടലിലൊക്കെ? ഇനി അന്റാർട്ടിക്കൊക്കെ പറന്നു പോവോ എന്താണോ? കുറച്ചും കൂടി അടുത്ത് വരുമ്പോഴാണ് അതിൻ്റെ കളറൊക്കെ മനസ്സിലാവണം കേട്ടാ. ചെറുതായിട്ടൊരു ഗ്രീനിഷോ ബ്ലൂയിഷോ കളറൊക്കെ ഉണ്ട്. ഇത് കണ്ട, നല്ല രസമല്ലേ? ഇതിൻ്റെ ഇരട്ടിയാണ് നമ്മളിനി കാണാൻ വേണ്ടി പോണത് നാളെ തൊട്ട്. ഇതൊക്കെ ചെറുത്, ഇതൊക്കെ എന്ത്. നമ്മുടെ ഈ ട്രിപ്പിൽ അന്റാർട്ടിക്കയിൽ ഇറങ്ങിയിട്ട് രാത്രി കിടന്ന് ഉറങ്ങാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഒരു പ്രശ്നമുള്ളത് 30 പേർക്ക് മാത്രമേ അവരെ അലോ ചെയ്യുള്ളൂ. അത് നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യണം. ഈ സംഭവം നേരത്തെ ബുക്ക് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ആക്ച്വലി കയാക്കിങ് ഇതുപോലെ തന്നെ നേരത്തെ ബുക്ക് ചെയ്യണമായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നേരത്തെ ചെയ്തിട്ടില്ല. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. അപ്പോൾ ഓൾറെഡി 30 പേര് സെറ്റാണ്. പിന്നെ ഇതിനകത്ത് ആരെങ്കിലും ക്യാൻസൽ ചെയ്താൽ മാത്രമേ നമുക്ക് വേറെ ആൾക്ക് കയറാൻ പറ്റുള്ളൂ. പക്ഷേ അത് വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ പറയണതനുസരിച്ച് ആരും ക്യാൻസലും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻ കിട്ടാൻ സാധ്യതയില്ല. പിന്നെ ഈ ഒരു ബ്രീഫിംഗ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ക്യാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ക്ലാസ്സാണ്. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് $395 US ഡോളർ ഒരാൾക്ക്. അവർ ക്യാമ്പിങ് എക്യുപ്മെന്റ്സ് ഒക്കെ തരും, അതായത് സ്ലീപ്പിംഗ് ബാഗ്, പിന്നെ ഷവലൊക്കെ തരും. ഇതൊക്കെ നമ്മൾ തന്നെ സെറ്റ് ചെയ്യണമല്ലോ. ഇവരെ ക്യാമ്പിങ് എക്യുപ്മെന്റ്സും സംഭവങ്ങളൊക്കെ തരും. അതായത് സ്ലീപ്പിംഗ് ബാഗ് തരും. പിന്നെ ഗ്രൂപ്പായിട്ട് ആയിരിക്കുമല്ലോ പോകുന്നത്. അപ്പോൾ ഒരു ഗ്രൂപ്പിന് ഒരു ടോയ്ലറ്റ് എന്ന രീതിയിൽ. പക്ഷേ അങ്ങനത്തെ മാക്സിമം അത് ഉപയോഗിക്കാണ്ടിരിക്കാനാണ് അവർ പറയുന്നത്. രാത്രി ഡിന്നറിന് ശേഷം ക്യാമ്പ് ചെയ്യാൻ പോവും, പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പായിട്ട് തിരിച്ചു വരും. അങ്ങനെയാണ്. അപ്പോൾ അവിടെ വേറെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഒന്നുമില്ല. അർജൻറ്റ് കേസാണെങ്കിൽ പോർട്ടബിൾ ടോയ്ലറ്റ് അവൈലബിൾ ആണ്, അതും കൊണ്ടുപോകണം. അപ്പോൾ സ്ലീപ്പിംഗ് ബാഗും പിന്നെ ഷവലൊക്കെ തരും. അതായത് മഞ്ഞൊക്കെ മാറ്റി നമ്മൾ തന്നെ കിടക്കാനുള്ള സെറ്റപ്പൊക്കെ നമ്മൾ തന്നെ ചെയ്തോളാം. അങ്ങനത്തെ ഒരു സംഭവമാണ്. പക്ഷേ കിടിലൻ എക്സ്പീരിയൻസ് ആണ്. ഇവിടെ ഇനി രാത്രിയാവണ പരിപാടി ഇല്ല കേട്ടോ. അപ്പോൾ കണ്ണൊക്കെ അടച്ച് സെറ്റ് ചെയ്യണം. മറ്റേ ഒരു ഇങ്ങനെ കണ്ണിൽ വെക്കുന്നൊരു സംഭവം കിട്ടില്ല, അതൊക്കെ കൊണ്ടുപോയാൽ കുഴപ്പമില്ല. രാത്രിയല്ലേ ഇവിടെ. പക്ഷെ ഒരു കുഴപ്പം, എനിക്കിത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ 30 പേർക്ക് മാത്രമേ പറ്റുള്ളൂ. അത് നേരത്തെ ബുക്ക് ചെയ്യണമായിരുന്നു. നമുക്കത് മിസ്സായി. പൈസയുടെ അല്ല, പക്ഷെ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ആഗ്രഹമുണ്ട്. നൈസായിട്ട് ഒന്ന് ചോദിച്ചു നോക്കാം. എനിക്ക് തോന്നണില്ല നമുക്ക് മാത്രമായിട്ട് അങ്ങനത്തെ. കുറേ പേര് ഇൻട്രസ്റ്റഡ് ആയിട്ട് രണ്ടാമത് വന്നായിരുന്നു, പക്ഷെ ആർക്കും ചാൻസ് കിട്ടിയില്ല. നമുക്കും എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ നേരത്തെ ബുക്ക് ചെയ്യണമെന്ന്. ഞാനിങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് അറിയാം, പക്ഷെ നേരത്തെ ബുക്ക് ചെയ്യണവരെ എനിക്കറിയത്തില്ല. ഇപ്പോഴറിയണം. ഇപ്പം അറിഞ്ഞപ്പോഴേക്കും സ്ലോട്ട് പോയി. ഇതേ ദൂരെ വേറൊരു ഐസ്ബർഗ് വരുന്നുണ്ട്. അത് കാണാനായിട്ട് കുറച്ചും കൂടി ഡിസൈനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇനി ഞങ്ങളുടെ ഐസ്ബർഗിൻ്റെ മേളം അല്ലേ മേളം. ഇവിടെ കുറേ പക്ഷികൾ പറക്കുന്നുണ്ട് കണ്ട. ഇതാണ് ആൽബട്രോസ് എന്ന് പറയുന്ന പക്ഷി. അതിങ്ങനെ കുറേ കാണാം. അതിപ്പോൾ കുറേ ഇങ്ങനെ പറക്കുന്നുണ്ട്. ആ ഐസ്ബർഗ് കുറച്ചും കൂടി തൊട്ടടുത്ത് എത്തി കണ്ട. ഇതൊക്കെ അവിടെ നിൽക്കുന്നുണ്ട. എൻ്റെ പൊന്നു, ഐസ് നിൽക്കുന്നുണ്ട്. ഐസ് മലകൾ. അന്റാർട്ടിക്കയോട് അടുക്കുന്തോറും ഐസ്ബർഗുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല കടലിൽ കുറെ ചെതറിക്കിടക്കണുണ്ട. ഐസിന്റെ പീസുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞു കുഞ്ഞ് ഇതേപോലത്തെ മലകളൊക്കെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ദൂരെയൊക്കെ നോക്കുമ്പോൾ കാണാം കണ്ട.
കുറച്ചൊന്നുമല്ല, കുറേ ഉണ്ട്. അങ്ങോട്ട് അടുക്കുന്തോറും കൂടി വരുന്നുണ്ട്. ഇപ്പുറം സൈഡൊക്കെ ഉണ്ട്, ഫുള്ളുണ്ട്. ഈ ബോട്ടൊക്കെ നോക്കി ഓടിച്ചില്ലെങ്കിൽ മറ്റേ ടൈറ്റാനിക്കിൽ പോയി സംഭവിച്ചോണ്ടിരിക്കും, അവിടെ പോയി ഇരിക്കും. പക്ഷെ ഇതിൻ്റെ അടിയിലോട്ടൊക്കെ എന്തോരം ഉണ്ടാവുന്ന ദൈവത്തിന് അറിയാട്ടാ. മുകളിലോട്ട് നമ്മൾ ഇത്രയല്ലേ കാണുന്നുള്ളൂ. പിന്നെ വേറെ കാര്യമുണ്ട്, ഇനി അങ്ങനെ രാത്രി ഇല്ല കേട്ടാ. ആ പരിപാടി നിന്ന് ഇനി എല്ലാ ദിവസവും അന്റാർട്ടിക്കിൽ നിന്ന് പോകുന്നവരെ ഇത് തന്നെയായിരിക്കും അവസ്ഥ. പക്ഷെ ആകാശം കാണാൻ പറ്റുന്നില്ല, മൊത്തം ക്ലൗഡിയാണ്. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ ഇരിക്കും, ഫുള്ള് വെട്ടമായിരിക്കും. എന്താണ് About 15 minutes at 6:30. We would like you to invite you all for the captain's welcome. ക്യാപ്റ്റൻ്റെ വെൽക്കം സ്പീച്ച് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഷിപ്പിലെ ക്യാപ്റ്റൻ്റെ ഒരു വെൽക്കം സ്പീച്ച് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ താഴെ വരുന്ന മറ്റ് ആൾക്കാരെയൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ്. അതുമാത്രമല്ല, ക്യാപ്റ്റൻ നമ്മളെ വെൽക്കം ചെയ്തുകൊണ്ട് ചെറുതായിട്ടൊരു ചിയേഴ്സൊക്കെ അടിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ എക്സ്പെഡീഷൻ ലീഡർ ഉണ്ടല്ലോ, അപ്പോൾ പുള്ളിയുടെ അസിസ്റ്റൻ്റായിട്ട് പല ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ കയാക്കിംഗ് ടീം, ഈ സോഡിയാക്ക് ടീം, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഓരോരുത്തരെയും പരിചയപ്പെടുത്തുന്നതാണ് അടുത്ത പരിപാടി. അതിനുശേഷം പുള്ളി നാളത്തെ പ്രോഗ്രാമിനെ കുറിച്ച് അനൗൺസ് ചെയ്ത് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, നാളെ എവിടേക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലായത് നാളെ നമ്മൾ കോണ്ടിനെൻ്റൽ ലാൻഡിങ് ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് അന്റാർട്ടിക്കിലോട്ട് ഇറങ്ങാൻ പോവാണ്. അന്റാർട്ടിക്കൻ ഭൂഖണ്ഡത്തിലേക്കാണ് ആദ്യം നമ്മുടെ അടുത്ത് കാല് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അന്റാർട്ടിക്കയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഐലൻഡ്സ് ഒക്കെ ഉണ്ട്, അങ്ങോട്ടൊന്നുമല്ല. നാളെ നമ്മൾ നേക്കോ എന്ന് പറയുന്ന ഒരു ഹാർബറിലാണ് ലാൻഡ് ചെയ്യുന്നത്. അത് കോണ്ടിനെൻ്റൽ ലാൻഡിങ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, എന്തൊക്കെ ചെയ്യുന്നുണ്ട്. കയാക്കിങ് നാളെ ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും. പിന്നെ ക്യാമ്പ് ചെയ്യാനുള്ളവർ നാളെ രാത്രി ആയിരിക്കും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞു, നാളെ നമ്മൾ ലാൻഡ് ചെയ്യില്ലേ, അവിടെ പെങ്കിനുണ്ട്. പെങ്കിനെ മാത്രമല്ല, പോണ വഴിക്ക് വെയിൽസിനെ കാണാം, തിമ്മിങ്കലം. എൻ്റെ പൊന്നോ. അപ്പോൾ ഒരു ചേച്ചി ചോദിച്ചേ, നമ്മൾ നീലത്തിമിംഗലത്തിനെ കാണുമെന്ന് ചോദിച്ചപ്പോൾ പുള്ളി, നമ്മുടെ എക്സ്പെഡിഷൻ ലീഡർ പറഞ്ഞത് കാണൂല എന്നാണ്. അതെന്താണെന്ന് വെച്ചാൽ പുള്ളി ഇവിടെ 10 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ പുള്ളി കണ്ടത് തന്നെ 2-3 തവണയാണെന്ന്. അതായത് ഭയങ്കര റെയറാണ് ഈ നീലത്തിമിംഗലത്തിനെ കാണാനായിട്ട്. പക്ഷെ നമ്മൾ മറ്റ് വെയിൽസിനെ കാണാൻ സാധ്യതയുണ്ട്. നാളെ ഭാഗ്യമുണ്ടെങ്കിൽ നാളെ തന്നെ കാണാം കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് തിമ്മിംഗലത്തിനെ കാണാൻ വേണ്ടി പോകുന്നത്. പിന്നെ പെങ്കിൻ, എൻ്റെ പൊന്നു. നാളെയാണ് ആ ഡേ, നമ്മൾ ലാൻഡ് ചെയ്യാൻ പോകുന്ന ഡേ. എൻ്റെ 6ാമത്തെ കോണ്ടിനെൻറ്റിലേക്ക് കാല് കുത്താൻ പോകുന്ന ഡേ. അപ്പോൾ 7 മണിയാകുമ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഡിന്നർ കിട്ടും. ഇപ്പോൾ സമയം 7:30 കഴിഞ്ഞ്, നമ്മൾ 7:30 ആകുമ്പോഴേക്കും വന്നപ്പോഴേക്കും ഇവിടുത്തെ ഡിന്നറിൻ്റെ പരിപാടി നേരത്തെ ബൊഫേ കഴിക്കുന്ന പോലെയല്ല, ഇവിടെ എല്ലാം ടേബിളിൽ കൊണ്ടുവന്ന് തരും. ഇത് ലാമ്പ് വെച്ചിട്ടുള്ള എന്തോ പരിപാടിയാണ്. ആട്ടിറച്ചിയെന്ന് മനസ്സിലായി. ഇത് സാൽമന, അതായത് ഫിഷിൻ്റെ സംഭവം. നമ്മുടെ ചേട്ടന് ഹേയ് ഹലോ, നമ്മുടെ ചൈനയിൽ നിന്ന് വന്ന ഫ്രണ്ട്സ് നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ ഇത് ആക്ച്വലി പുള്ളി ഇന്ത്യക്കാരനാണ്, പക്ഷേ നെതർലാൻഡുകാരനാണ്. നെതർലാൻഡിലാണ്, നമ്മുടെ കൊൽക്കത്ത സ്വദേശിയാണെങ്കിലും നെതർലാൻഡ് പാസ്പോർട്ടുള്ള ആളാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാം കേട്ടോ, ലാമ്പ്. അപ്പോൾ ഇന്ന് ഈ ഷിപ്പിൽ യാത്ര ചെയ്യണ ഒരാളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അത് ഇവർ അറിഞ്ഞിട്ട് ഒരു സർപ്രൈസ് ഒരുക്കിയതാണ്. നൈസ്. നമ്മുടെ ഭക്ഷണ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇവിടെ ഇനി 8:30 എന്തോ ഒരു മ്യൂസിക് കിസ്സോ അങ്ങനെ എന്തൊക്കെയോ പരിപാടികൾ നടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പുകളാണ്. ഇപ്പോൾ അനൗൺസ്മെൻറ്റ് വന്നായിരുന്നു. ഇതാണ് നമ്മുടെ മെയിൻ ലോഞ്ച് എന്നാണ് പറയുന്നത്. ഈ ഏരിയനെ ഡെക്ക് 5-ലാണ് അസംബ്ലി പോയിൻറ്റ്. നമ്മളെല്ലാ കാര്യങ്ങളും അനൗൺസ് ചെയ്യുന്നതും മീറ്റിംഗ് ഒക്കെ ഈ ലോഞ്ചിൽ വെച്ചിട്ടായിരിക്കും. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇപ്പോൾ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യും. വേറെ ഒന്നുമില്ല എന്നാണ്, എന്താ മ്യൂസിക് പരിപാടി എന്നാണ് പറഞ്ഞത്, ക്യൂസ് പരിപാടി എന്തൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വേറൊരു സംഭവം കാണിച്ചു തരാം. ഇവിടെ ഒരു മാപ്പ് ഇരിക്കുന്നില്ലേ, ആ മാപ്പിൽ അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് പൊസിഷൻ ഇപ്പോൾ കാണാം. ഇതുണ്ടോ, ഇത് നോക്കി. എൻ്റെ പൊന്നോ, ഇതുണ്ടോ. ആക്ച്വലി നമ്മൾ അന്റാർട്ടിക്കിൻ്റെ ഉള്ളിലോട്ട് എത്തിയിട്ടുണ്ട്. ഡ്രേക്ക് പാസേജ് ഉണ്ട്, അത് കഴിഞ്ഞു ശരിക്കും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പൊസിഷനാണ് ഈ കാണുന്നത്. കണ്ടോ, ഏകദേശം ഇനി ഈ വഴി പോയിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്താണ് ലാൻഡ് ചെയ്യാൻ പോണത്. നാളെ രാവിലെ ലാൻഡ് ചെയ്യും. ഇത് അന്റാർട്ടിക്കയുടെ ബാക്കി ഐലൻഡ്സൊക്കെയാണ്. വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടി പോകുന്നത് മിഡ് നൈറ്റ് ആയിരിക്കും എന്നാണ് പറയണത്. രാത്രി 12 മണി 1 മണി നേരത്തെ ആയിരിക്കും ഐലൻഡിൻ്റെ ഇടയിൽ കൂടിയൊക്കെ പോകുന്നത്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ രാത്രി അലാറം വെച്ച് എണീക്കേണ്ടി വരും, ഉറക്കത്തിലായിരിക്കുമല്ലോ. നോക്കാം എന്തായാലും. അതൊക്കെ അടുത്ത എപ്പിസോഡിലായിരിക്കും കേട്ടോ. നമ്മുടെ ഹോങ്കോങ്കാരി ചേച്ചി. സ്നോയിങ്, ഇറ്റ്സ് സ്നോയിങ്. നമ്മൾ അന്റാർട്ടിക്കിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്നോ പെയ്യുന്നുണ്ട് പുറത്ത്, കേട്ടോ.
ചെറുതായിട്ട് കാണാം. ഞാൻ ഈ ഷിപ്പിലൊരു ഗൈഡായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. പുള്ളിയുടെ എക്സ്പീരിയൻസിൽ പുള്ളി പറഞ്ഞത് ഇന്ന് 10 മണി തൊട്ട് നിങ്ങൾക്ക് എന്തും പ്രതീക്ഷിക്കാം. വെയിൽസിനെ കാണാം, നമ്മുടെ തിമ്മിങ്കലത്തിനെ കാണാം, പിന്നെ സെയിൽസിനെയൊക്കെ ചിലപ്പോൾ കാണാം. ഇന്ന് മുതൽ അതായത് കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ ഈ ഐലൻഡ്സിൻ്റെ ഇടയിൽ കൂടി പോകും. അപ്പോൾ പല സംഭവങ്ങളും കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. എന്തായാലും നോക്കാം. അയ്യോ, ഞാൻ എന്തായാലും റൂമിൽ പോയിട്ടൊന്ന് പ്രിപ്പയറായി ഇരിക്കട്ടെ. കാരണം ഞാൻ ഇപ്പോൾ കളസമൊക്കെ ഇട്ടേക്കണം. ഇതിൻ്റെ ഉള്ളിൽ ടെമ്പറേച്ചർ നോർമലാണ്, അതുകൊണ്ട് കളസ് ഇട്ട് കിടന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായിട്ടിരിക്കണം. എന്തൊക്കെ സംഭവിക്കും എന്നെല്ലാം വഴിയെ കാണാം അടുത്ത എപ്പിസോഡിൽ കേട്ടോ. അപ്പോൾ ഇന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. ഞാനിപ്പോൾ റൂമിലോട്ട് വന്നു, ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആകുന്നു, അപ്പോൾ ഞാൻ ചാടി പുറത്തേക്ക് പോകുന്നു. ഇന്ന് ഉറങ്ങാൻ തോന്നാനുള്ള സത്യം പറഞ്ഞാൽ, കാരണം ഇനി കുറേ കാഴ്ചകൾ വരാനുണ്ട്. യെസ്, അപ്പോൾ ബാക്കി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.